ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് യൂണിറ്റ് ഏതാണ്? ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നുള്ളതാണ് അല്ലേ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. ഇവിടെ കൂട്ടുകാരെ നോക്കൂ, ഒരു മനോഹരമായൊരു ചിത്രം കാണാനുണ്ട് അല്ലേ. എന്തിൻ്റെ ചിത്രമാണിത്? മഴയാണല്ലേ, മഴയാണ്. അതായത് ഒരു ആൺകുട്ടി ആ മഴ ആസ്വദിച്ച് നിൽക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു പക്ഷിയെയും കാണാനുണ്ടല്ലോ, അത് മരക്കൊമ്പിലിരുന്ന് അതിൻ്റെ ചിറകുകളൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. മഴയെ നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്ത് വിറച്ചിരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. ഇതിലേതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ചുവടെ എഴുതി നോക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ഈ ചിത്രത്തിൽ നമുക്ക് കാണാം അല്ലേ. മഴ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ മഴയിൽ കാണുമ്പോൾ ആ കാഴ്ചകൾ ഉണ്ടാവില്ല, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒന്നിവിടെ നൽകിയിട്ടുണ്ട്. എന്താണ്? മഴവെള്ളം മണ്ണിൽ മറയുന്നു എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം കൂട്ടുകാരെ? പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്? മരച്ചില്ലകളിലൊക്കെ ഇങ്ങനെ തണുത്ത് വിറച്ചിരിക്കുന്നത് നമുക്ക് കാണാം അല്ലേ. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴവെള്ളം പതിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? മരങ്ങളും ചെടികളും ഒക്കെ മഴയത്ത് നനയും അല്ലേ. പൂക്കളിൽ മഴത്തുള്ളികൾ പതിക്കുമ്പോൾ അവ തല താഴ്ത്തി നിൽക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു 3 മഴക്കാഴ്ച, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു 3 കാഴ്ചകൾ ഇവിടെ എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അങ്ങനെയല്ലേ കൂട്ടുകാരെ? എല്ലാ ജീവജാലങ്ങളും എന്തിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്? മണ്ണിനെ ആശ്രയിച്ചിട്ടാണല്ലേ. അപ്പോൾ ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം മണ്ണിൻ്റെ സ്വപ്നമാണല്ലേ നമുക്കിപ്പോൾ കവിതയായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, മണ്ണിൻ്റെ കിനാവുകൾ. കിനാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്നമല്ലേ. അപ്പോൾ എന്താണ് കവിതയുടെ പേരെന്താണ്? മണ്ണിൻ്റെ കിനാവുകൾ. ഓക്കെ, നമുക്ക് കവിത വായിച്ചു നോക്കാം. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവ് തുകർന്ന പൂത്തുമ്പുകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. കുരുത്ത മുക്കുറ്റികൾ അല്ലേ. കുരുത്ത മീൻസ് എന്താണ്? കുരുത്ത മീൻസ് ഉണ്ടായ, മുളച്ച് വന്ന എന്നൊക്കെ പറയില്ലേ നമ്മൾ. അതിനാണ് കുരുത്ത എന്ന് പറയുന്നത്. നുകർന്ന, പൂനിലാവ് നുകർന്ന. നുകർന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്വദിച്ച. ഓക്കെ, എന്താണ് നുകർന്ന എന്ന് പറഞ്ഞാൽ? ആസ്വദിച്ച. ലാളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഓമനിക്കുക അല്ലേ. സുഗന്ധം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അറിയാം അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് ആണ്. അപ്പം എന്താണ് കൂട്ടുകാരി ഫസ്റ്റ് 4 വരികളിൽ പറയുന്നത്? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൽ ചന്തമാകെ പകർന്ന ജമന്തികൾ. ആദ്യ വരിയിൽ എന്താണ്? മുക്കുറ്റിപ്പൂവിനെയാണല്ലേ വർണ്ണിക്കുന്നത്. സ്വർണ്ണ നിറമുള്ള, പൊൻവെയിൽ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറമുള്ള വെയിലല്ലേ. അപ്പൊ മുക്കുറ്റികൾ എങ്ങനെയുള്ളവരാണെന്നാ പറയുന്നത്? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. പൊൻവെയിൽ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറമുള്ള വെയിലിൽ നിന്നും ജനിച്ചവരാണ് മുക്കുറ്റിപ്പൂവുകൾ എന്നാണല്ലേ കവി പറയുന്നത്. ഇതിലൊരു മുക്കുറ്റിപ്പൂവിൻ്റെ ഭംഗിയെയാണല്ലേ സൂചിപ്പിക്കുന്നത്. അതായത് വെയിലിൻ്റെ നിറവും മുക്കുറ്റിയുടെ നിറവും ഒരുപോലെ എന്നാണല്ലേ കവി വരികളിലൂടെ അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വരി നോക്കൂ. പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. തുമ്പപ്പൂക്കൾ ഇവിടെ എന്തുമായിട്ടാണ് കവി താരതമ്യം ചെയ്യുന്നത്? നിലാവുമായിട്ടല്ലേ. തുമ്പപ്പൂക്കളെ നിലാവുമായിട്ടാണ് കവി താരതമ്യം ചെയ്യുന്നത്. തുമ്പപ്പൂക്കൾ എങ്ങനെയുള്ളതാണെന്നാ പറയുന്നത്? സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൽ ചന്തമാകെ പകർന്ന ജമന്തികൾ. പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. തുമ്പപ്പൂക്കൾ എങ്ങനെയാണെന്നാ പറയുന്നത്? നിലാവ് പോലെ വെണ്മയുള്ളതാണെന്നാണല്ലേ പറയുന്നത്. നെക്സ്റ്റ് ലൈനിൽ എന്താ പറയുന്നത്? സന്ധ്യ നെഞ്ചത്തടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. അതായത് സന്ധ്യാനേരത്ത് ആകാശത്ത് വിടരുന്ന നിറവുമായിട്ടാണ് ആര് കൂട്ടിച്ചേർക്കുന്നത്? ജമന്തി പൂക്കളെ കുറിച്ച് കവി പറയുന്നതല്ലേ. ആകാശത്ത് വിടരുന്ന നിറവുമായിട്ടാണ് ജമന്തി പൂക്കളെ കവി കൂട്ടിച്ചേർക്കുന്നത്. സന്ധ്യ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സന്ധ്യാ സമയത്തെയാണല്ലേ വ്യക്തമാക്കുന്നത്. സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചത് കൊണ്ടാണ് ജമന്തി പൂക്കൾക്ക് ആ നിറം ലഭിച്ചതെന്നാണല്ലേ ഈ കവിതയിലൂടെ കവി പറയുന്നത്. എന്താണ്? സന്ധ്യ നെഞ്ചത്തെടുത്ത് നോക്കൂ. സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൽ ചന്തമാകെ പകർന്ന ജമന്തികൾ. അതായത് സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചത് കൊണ്ടാണ് ജമന്തി പൂക്കൾക്ക് നിറം ലഭിച്ചതെന്നാണ് കവി പറയുന്നത്.
ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ, മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ അല്ലേ, അതായത് എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്? മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. പിന്നെ എന്താ പറയുന്നത്? കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. പനിനീർ മലരുകൾ റോസാപ്പൂക്കൾ അല്ലേ. നെക്സ്റ്റ് ലൈൻ നോക്കൂ. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ. കുരുക്കുത്തി മുല്ലകൾ നമുക്കറിയാം, മുല്ലകൾ എപ്പോഴാണ് വിടരുക? രാത്രിയിലാണല്ലേ. അതിനാലാണ് രാത്രിയിൽ ജനിക്കുന്നവരാണ്, മണ്ണിൽ ജനിക്കുന്നവരാണ് കുരുക്കുത്തി മുല്ലകൾ എന്ന് കവി പറയുന്നത് അല്ലേ. ദെൻ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, അതായത് രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. ദെൻ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. അപ്പൊ എന്താ? കൃഷ്ണകിരീടം പൂക്കളെ കുറിച്ചിട്ടാണല്ലേ പറയുന്നത്. അതുപോലെ തന്നെ വാടാമല്ലി പൂക്കളെ കുറിച്ചിട്ടും പറയുന്നുണ്ടല്ലേ. അപ്പൊ ഈ പൂക്കളൊക്കെ എന്താ പറയുന്നത്? ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുകൾ തൂമയേറിടും വാടാമലരുകൾ. അതായത് രാജമുദ്ര അണിഞ്ഞു വരാണ് ചുവന്ന പൂക്കൾ എന്ന് കവിതയിൽ പറയുന്നു അല്ലെ. രാജമുദ്ര അണിഞ്ഞ ചുവന്ന പൂക്കൾ എന്തുകൊണ്ട് കവി വർണ്ണിക്കുന്നത് ഏത് പൂക്കളെയാണ്? നമ്മൾ കാണാറില്ലേ പറമ്പിലൊക്കെ കൃഷ്ണകിരീടം, അറിയാവുന്ന പൂവല്ലേ? കൃഷ്ണകിരീടത്തെയാണ് ഇവിടെ കവി പറയുന്നത്. കൃഷ്ണകിരീടം പൂക്കളെയാണ്. ഈ പൂക്കളെ കാണാൻ എങ്ങനെയാണ്? കിരീടം ആകൃതിയിലാണല്ലേ ഉണ്ടാവുക. അപ്പൊ എന്താ പറയുന്നത്? ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. ഭൂമിയിൽ അണിഞ്ഞ കുങ്കുമപ്പൊട്ടുപോലെ ഭംഗിയുള്ളവരാണ് ആരെന്നാ പറയുന്നത്? വാടാമലരുകൾ എന്ന് പറഞ്ഞാൽ വാടാമല്ലിപ്പൂവില്ലേ, പൂവിനെയാണ് കവി പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമല്ലിരുകൾ. ഭൂമിയിൽ അണിഞ്ഞ കുങ്കുമപ്പൊട്ടുപോലെ ഭംഗിയുള്ളവരാണ് വാടാമല്ലിപ്പൂക്കൾ എന്ന് കവി കവിതയിലൂടെ പറയുന്നു അല്ലേ. പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കൾ മണ്ണിന്റെ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ. അപ്പൊ ഈ അവസാന വരികളിൽ എന്താണ് പറയുന്നത്? ഓരോ പൂക്കളുടെയും സവിശേഷതകളെ കുറിച്ചിട്ടാണല്ലേ. അപ്പൊ ഫസ്റ്റ് നോക്കൂ. പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും. പൂക്കളെ ഭൂമിയുടെ മക്കളായിട്ടാണല്ലേ കവി ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ ദിവസവും ഒരുപാട് പൂക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിലേക്ക് പിറന്ന് വീഴുന്നുണ്ടല്ലേ. അപ്പൊ എന്താ പറയുന്നത്? നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. അവയുടെ ഓരോ സവിശേഷതകളായിട്ട് പറയുകയാണല്ലേ. അപ്പൊ എന്താണ്? ഭൂമി പിറന്നതിന് ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് എന്താണ്? വിശാലമായിട്ടുള്ള നീലാകാശാണല്ലേ. അപ്പൊ ആ കണ്ണുകൾ അടയുന്നത് വരെ അവരുടെ കാഴ്ച അത് തന്നെയാണല്ലേ. ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവരെന്ത് ചെയ്യുന്നു? മാലയായിട്ടല്ലേ, മാലയായിട്ട് ധരിക്കുന്നു. വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണല്ലേ കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഓരോ പൂക്കളും എന്താണ്? പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ. അതായത് ഏതിരുട്ടിലും എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിലും പോരാടുന്നവരാണ്, ഏതിരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളും എന്ന് കവി വ്യക്തമാക്കുന്നു അല്ലേ. അപ്പൊ പൂക്കൾ മണ്ണിന്റെ സ്വപ്നങ്ങളായിട്ടും അതുപോലെ തന്നെ സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായിട്ടുമാണല്ലേ കവി കാണുന്നത്. അപ്പൊ കവിതയുടെ ഒരു ആശയം മനസ്സിലായല്ലോ. നമ്മുടെ കവിയുടെ പേരെന്താ കൂട്ടുകാരി? പി മധുസൂദനൻ എന്നാണ് അല്ലെ. പി മധുസൂദനൻ. ദെൻ ഏത് കവിതയിൽ നിന്ന് എടുത്തതാണ്? ഭൂമി പാടുന്ന ശീലുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇവിടെ നോക്കൂ. ഈണത്തിൽ താളത്തിൽ എന്നുള്ളതാണ് അല്ലെ. ആദ്യ പ്രവർത്തനം എന്താണ്? ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി 1 or 2 തവണ വായിക്കൂ. ഇനി ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരു ഗ്രൂപ്പിന്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈണത്തിലെ പാടി നോക്കുക. ഇനി നോക്കൂ. പൂക്കളെ പരിചയപ്പെടാം. കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുപാട് പൂക്കളെ കുറിച്ചിട്ട് കവിതയിൽ പറയുന്നുണ്ടല്ലേ. അപ്പൊ ഏതൊക്കെ പൂക്കളാണ്?
ഫസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഒരു മുക്കുറ്റിയുടെ പിക്ചർ കൊടുക്കുക. ദെൻ മുക്കുറ്റി, പിന്നെ മുല്ല, ജമന്തി, തുമ്പ, കോളാമ്പി, കൃഷ്ണകിരീടം ഇവയൊക്കെ കുറിച്ചിട്ടാണല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അവയുടെ വർണ്ണചിത്രം ചൂടെ കൊടുത്തിട്ട് ആ കളങ്ങളിൽ എന്ത് ചെയ്യുക, അവയുടെ പേരും കൂടി എഴുതി ചേർക്കുക. അപ്പോൾ ഏതൊക്കെ പൂക്കളായി വയ്ക്കേണ്ടത് നിങ്ങൾ? മുക്കുറ്റി, മുല്ല, ജമന്തി, തുമ്പ, കോളാമ്പി, കൃഷ്ണകിരീടം. ഈ നോട്ട് പുസ്തകത്തിൽ 1-2 പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രവർത്തനമാണല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ പൂക്കളുടെ ചിത്രമൊക്കെ വരച്ച് നിറം കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കും പൂക്കളാകാം എന്നുള്ളതാണല്ലേ അടുത്ത പ്രവർത്തനം. പൂക്കളുടെ പേരുകളുള്ള ഗ്രൂപ്പുകളായി മാറും. നിങ്ങൾക്ക് ലഭിച്ച പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഏതൊക്കെ പൂക്കളായിരുന്നു? മുക്കുറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. വരി ഏതായിരുന്നു കൂട്ടുകാരെ? പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ. ഇനി അവയുടെ മറ്റെന്തെങ്കിലും സവിശേഷതയും കൂടി അവതരണത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് എന്തെഴുതാം? നക്ഷത്രം പോലുള്ള കുഞ്ഞു മഞ്ഞപ്പൂക്കളുമായി മുറ്റത്തും തൊടിയിലുമൊക്കെ ഞങ്ങൾ ഓണക്കാലത്ത് വിരിഞ്ഞു നിൽക്കും. അതുപോലെ തന്നെ ദശപുഷ്പങ്ങളിൽ ഒന്നല്ലേ മുക്കുറ്റി, നമുക്ക് അതും എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കോളാമ്പിയെ കുറിച്ച് പറയാം. വരി ഏതാണ്? മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞു കോളാമ്പികൾ. വരി കണ്ടെത്തിയല്ലോ. ഇനി എന്തു പറയാം നമുക്ക്? പൂന്തോട്ടങ്ങളിലും പാതയോരങ്ങളിലും ഒക്കെ പൊഞ്ചിരി തൂകി നിൽക്കുന്ന ഞങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാ ദിവസവും ഞങ്ങൾ പൂക്കും. ചില്ലകളുടെ അറ്റത്ത് കുലകളായാണ് ഞങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കൃഷ്ണ കിരീടം എഴുതാം. വരി ഏതാണ്? രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. പിന്നെ എന്തെഴുതാം നമുക്ക്? നാട്ടിൻ പുറങ്ങളിലായി സാധാരണയായി കണ്ടുവരുന്ന ഞങ്ങളെ ഓണപ്പൂക്കളത്തിൽ ഉപയോഗിക്കാറുണ്ട്. കിരീടത്തിന്റെ ആകൃതിയിലാണ് ഞങ്ങളുടെ പൂങ്കുല, അതുകൊണ്ട് തന്നെ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലെ ഓരോ പൂവിനെ കുറിച്ചും ഇങ്ങനെ എഴുതുക. ഓക്കെ, കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണെന്ന് നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടല്ലേ. ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചിട്ടാ കൂട്ടുകാരെ? കവിതയിൽ ആദ്യം പറഞ്ഞ മുക്കുറ്റിയെ കുറിച്ചിട്ടല്ലേ. ഓക്കെ, ഇനി ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്ത് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. മുക്കുറ്റിയെ കുറിച്ചിട്ട് നമുക്കറിയാം, പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ. ഇനി തുമ്പയെ കുറിച്ച് എന്തായിരുന്നു? പൂനിലാവ് തുകർന്ന പൂത്തുമ്പുകൾ. ജമന്തിയെ കുറിച്ചോ? സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിന്റെ ചന്തമാകെ പകർന്ന ജമന്തികൾ. കോളാമ്പി പൂവിന് മഞ്ഞ നക്ഷത്രം എന്നപ്പോൾ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. ഇനി പനിനീർ പൂവോ? കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീരുകളല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം പൂക്കളോടൊപ്പം. പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കളെ കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? നമുക്കറിയാലേ, ഈ ഭൂമിയിൽ ഒട്ടേറെ പൂക്കളുണ്ടല്ലേ. ഈ പൂക്കളെല്ലാം എന്താണ്? ഭൂമിയുടെ മക്കളായിട്ടാണല്ലേ കവി പറഞ്ഞിരിക്കുന്നത്. സദാസമയം ആകാശത്തേക്ക് നോക്കി വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പൂക്കളുടെ കണ്ണുകളിൽ നീലയാകാശം തെളിഞ്ഞു കാണാമെന്ന് കവി പറയുന്നു. അലങ്കാരത്തിനായി നമ്മൾ മാലയണിയുന്നത് പോലെ തന്നെ പൂക്കൾ അവയുടെ ഇതളുകളിൽ പറ്റി നിൽക്കുന്ന ജലഗണങ്ങളിൽ എപ്പോഴും അലങ്കാരമാണെന്ന് കവി പറഞ്ഞിരിക്കുന്നു. ഈ പൂക്കളെല്ലാം തന്നെ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ രാത്രിയെയോ ഇരുട്ടിനെയോ അവർക്ക് പേടിയില്ല. ഏത് ഇരുട്ടിലും പൂക്കൾ ചിരിച്ചുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതുക. ഓക്കെ, ഇനി നോക്കൂ, പൂക്കളും നമ്മളും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാം? നമുക്ക് എഴുതാം അല്ലേ. എന്തെഴുതാം ആദ്യം? വി മധുസൂദനൻ നായരുടെ മനോഹരമായൊരു കവിതയാണ് ഇത്, മണ്ണിന്റെ കിനാവുകൾ അല്ലെ. പൂക്കളുടെ മനോഹാരിതയെയും സവിശേഷതയും കുറിച്ചാണ് കവിതയിൽ പറയുന്നത്. കവിതയുടെ അവസാന ഭാഗങ്ങളിൽ പൂക്കളുടെ സവിശേഷതകളെ കുറിച്ചാണ് കവി പറഞ്ഞിരിക്കുന്നത്. പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വർണ്ണിക്കുന്നത്. ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. കണ്ണുകൾ അടയുന്നതുവരെ അവരുടെ കാഴ്ച അതുതന്നെ. ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും വെള്ളത്തുള്ളികൾ തട്ടുമ്പോൾ ഉള്ള പൂക്കളുടെ ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവർ മാലയായി ധരിക്കുന്നു. വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട്
ഏതിരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളും എന്ന് കവി വ്യക്തമാക്കുന്നു. പൂക്കളെ മണ്ണിന്റെ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായുമായാണ് കവി കാണുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വരികളിലെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കിയത് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുറിപ്പ് ഇതുപോലെ തയ്യാറാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ, ആസ്വാദന കുറിപ്പിലേക്ക്. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കുക. കവിതയുടെ പേരെന്താ കൂട്ടുകാരെ? നമുക്കറിയാലോ, എന്താണ്? മണ്ണിന്റെ കിനാവുകൾ അല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ, പ്രധാന ആശയങ്ങൾ, സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും, സമാനാശയമുള്ള മറ്റു കവിതകളിലെ വരികൾ, കവിയെക്കുറിച്ചൊക്കെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആസ്വാദന കുറിപ്പ് തയ്യാറാക്കണം അല്ലേ. നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, മനോപടത്തിന്റെ സഹായത്തോടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. നല്ലൊരു പേര് നൽകുമല്ലോ എന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്തെഴുതാം? വി മധുസൂദനൻ നായർ എഴുതിയ ഭൂമി പാടുന്ന ശീലുകൾ എന്ന പുസ്തകത്തിലെ മനോഹരമായൊരു കവിതാഭാഗമാണ് മണ്ണിന്റെ കിനാവുകൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ എഴുതാം? മണ്ണിന്റെ കിനാവുകൾ എന്നീ കവിതയിൽ മണ്ണിന്റെ സ്വപ്നങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചുമാണ് കവി പറയുന്നത്. കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെക്കുറിച്ച് കവി പറയുന്നു. അവസാന ഭാഗത്ത് എല്ലാ പൂക്കളിലും കാണുന്ന പൊതുവായ സവിശേഷതകളെക്കുറിച്ചും പറയുന്നു. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിന്റെ സ്വപ്നങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചുമാണ് പറയുന്നത്. കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നു. അവസാന ഭാഗത്ത് എല്ലാ പൂക്കളിലും കാണുന്ന പൊതുവായ സവിശേഷതകളെക്കുറിച്ചും പറയുന്നു. മുക്കുറ്റിപ്പൂവിനെ വർണ്ണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. സ്വർണ്ണ നിറമുള്ള വെയിലിൽ നിന്നും ജനിച്ചവരാണ് മുക്കുറ്റിപ്പൂക്കൾ എന്ന് കവി പറയുന്നു. ഇതിലൂടെ മുക്കുറ്റിപ്പൂവിന്റെ ഭംഗിയെയാണ് സൂചിപ്പിക്കുന്നത്. വെയിലിന്റെ നിറവും മുക്കുറ്റിയുടെ നിറവും ഒരുപോലെയാണെന്ന് കവി വരികളിലൂടെ അർത്ഥമാക്കുന്നു. തുമ്പപ്പൂക്കളെ നിലാവുമായാണ് കവി താരതമ്യം ചെയ്യുന്നത്. തുമ്പപ്പൂക്കൾ നിലാവ് പോലെ വെണ്മയുള്ളതാണെന്ന് ഇവിടെ പറയുന്നു. സന്ധ്യാനേരത്ത് ആകാശത്ത് വിടരുന്ന നിറവുമായാണ് ജമന്തി പൂക്കളെ കവി കൂട്ടിച്ചേർക്കുന്നത്. സന്ധ്യ എന്നതുകൊണ്ട് സമയത്തെയാണ് വ്യക്തമാക്കുന്നത്. സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചതുകൊണ്ടാണ് ജമന്തി പൂക്കൾക്ക് ആ നിറം ലഭിച്ചത് എന്ന് കവിതയിലൂടെ പറയുന്നു. കുരുക്കുത്തി മുല്ലകൾ വിടരുന്നത് രാത്രിയിലാണ്. അതിനാലാണ് രാത്രിയിൽ മണ്ണിൽ ജനിക്കുന്നവരാണ് കുരുക്കുത്തി മുല്ലകൾ എന്ന് കവി പറയുന്നത്. കവിതയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കൃഷ്ണകിരീടം പൂക്കളെക്കുറിച്ചും വാടാമല്ലി പൂക്കളെക്കുറിച്ചും മനസ്സിലാക്കാം. രാജമുദ്ര അണിഞ്ഞവരാണ് ചുവന്ന പൂക്കൾ എന്ന കവിതയിൽ പറയുന്നു. രാജമുദ്ര അണിഞ്ഞ ചുവന്ന പൂക്കൾ എന്നതുകൊണ്ട് കവി വർണ്ണിക്കുന്നത് കൃഷ്ണകിരീടം പൂക്കളെയാണ്. ഈ പൂക്കളെ കാണാൻ കിരീടമാകൃതിയിലാണ് ഉണ്ടാവുക. ഭൂമിയിൽ അണിഞ്ഞ കുങ്കുമപ്പൊട്ട് പോലെ ഭംഗിയുള്ളവരാണ് വാടാമല്ലിപ്പൂക്കൾ എന്ന് കവിതയിൽ പറയുന്നു. കവിതയുടെ അവസാന ഭാഗങ്ങളിൽ പൂക്കളുടെ സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത്. പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വർണ്ണിക്കുന്നത്. ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിന് ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. കണ്ണുകൾ അടയുന്നത് വരെ അവരുടെ കാഴ്ച തന്നെ അത് തന്നെയാണ്. ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവർ മാലയായി ധരിക്കുന്നു. വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ഏതിരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിലും പോരാടുന്നവരാണ് ഓരോ പൂക്കളും എന്ന് കവി വ്യക്തമാക്കുന്നു. പൂക്കളെ മണ്ണിന്റെ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായും കവി കാണുന്നു. ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ എന്ന വരികളാണ് എനിക്ക് ഈ കവിതയിൽ ഏറെ ഇഷ്ടമായത്. ഈ വരികളിൽ പൂക്കൾ ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള കഴിവിനെയും മനോധൈര്യത്തെയും കവി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ വരികൾ ഏറെ ഇഷ്ടമായത്. മനോഹരമായ ഈണത്തിലും താളത്തിലും ചൊല്ലാവുന്ന അർത്ഥവത്തായ നല്ലൊരു കവിതയാണ് മണ്ണിന്റെ കിനാവുകൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ചുമർ പത്രിക തയ്യാറാക്കാനാണല്ലേ. കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളും എല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിലും ഓരോ ചുമർ പത്രിക തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇത് നെക്സ്റ്റ് എന്താണ്? മലർമാല കോർക്കാം. പൂക്കളെക്കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനാശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തു. ക്ലാസ്സിലെ കവിതകൾ സംഘമായി ചൊല്ലണം. വായനാവാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിത അവതരിപ്പിക്കുമല്ലോ. അപ്പോൾ കുറച്ച് കവിതകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് എഴുതിയെടുക്കുക. ഓക്കെ,
ദെൻ ഒരു തൈ നടാം. ഈ കവിതാഭാഗം വായിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതുമഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായൊരു 100 തൈകൾ നിരന്നു നടുന്നു. സുഗന്ധകുമാരിയുടെ വരികളാണല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കവിതയാണല്ലോ. കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. കവിത ഏതാണ് കൂട്ടുകാരെ? ഒരു തൈ നടാം എന്നുള്ള കവിതയാണല്ലേ. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? ഇത് നമുക്ക് എഴുതാം. സുഗതകുമാരി എഴുതിയ മനോഹരമായ കവിതയാണ് ഒരു തൈ നടാം. തൈ നടുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണല്ലേ ഇതിൽ പറയുന്നത്. അമ്മയ്ക്ക് വേണ്ടി നമുക്കൊരു തൈ നടാം, കൊച്ചു മക്കൾക്ക് വേണ്ടി തൈ നടാം, 100 കിളികൾക്ക് വേണ്ടി തൈ നടാം, നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ നടാം. അമ്മയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അമ്മയും ഭൂമിയും കടന്നു വരും. വരാൻ പോകും തലമുറകൾക്കായി ഇന്ന് നാം തൈകൾ നടണം. മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, കിളികൾക്ക് വേണ്ടി കൂടിയാണ് തൈകൾ നടുന്നത്. ഫലങ്ങളും തണലും തണുപ്പും ശുദ്ധവായുവും മഴയും എല്ലാം നൽകുന്ന മരങ്ങൾ നല്ല ഭാവിക്ക് വേണ്ടി നാം നട്ടു വളർത്തണമെന്ന ആശയമാണ് കവയിത്രി പങ്കുവെക്കുന്നത്. ആഗോളതാപനത്തിന് മരങ്ങൾ എന്ന മുദ്രാവാക്യം ഇവിടെ നമുക്ക് ഓർക്കാമല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എന്തെല്ലാമാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളാണല്ലേ കൂട്ടുകാരെ ഇതിലുണ്ടായിരുന്നത്. അപ്പൊ ഈ കവിതയുടെ ആശയവും അതുപോലെ തന്നെ ഈ കവിതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.